Study ACCA at Lakshya. Admissions open for the current academic year. മക്കളെ കാശുട്ടോ എന്താ ഞാൻ ഒരാളെ അടിച്ചിട്ടേ അടിച്ചിട്ടാ എന്തിന് ഒരു കോള് വന്നു കോളത്താ ആ എല്ലാം തടയൂ നമ്മളെ ജംഗ്ഷനിലെ പെട്ടിക്കട അറിയാം തമിഴിന്റെ ആ പെട്ടിക്കട ചേർന്ന് നീണ്ടൊരു മതിൽ കിടക്കണണ്ട ആ കണ്ടിട്ടുണ്ട് അതിന്റെ അപ്പുറത്ത് കുറെ സ്ഥലമില്ലേ എടാ സ്ഥലത്തിന് കോടിക്കണക്കിന് രൂപയാണ്. അത് കോടിക്കണക്കിന് വരും കാരണം ഒത്ത നടക്കല്ലേ ഇവിടെ എല്ലാം കൂടെ 1.5 ഏക്കർ ഉണ്ടാ. അവിടെ ഒരു അമേരിക്കക്കാരൻ വീട് വയ്ക്കാൻ എടാ അങ്ങ് അമേരിക്കയുടെ മോനും അങ്ങ് അമേരിക്കയിലാണ്. അയാൾ ഇവിടെ വലിയൊരു ബിസിനസ് നടത്താൻ പോകും. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ അകത്തൊരു വീട് വയ്ക്കാൻ പോണെന്ന്. ഇത് മറ്റുള്ളവരെ കുറച്ച് വെറുതെ പൊഴിച്ച് പറഞ്ഞിട്ട് നമുക്ക് എന്തോന്ന് പ്രയോജനം? തള്ളാപ്പാല തോക്കിക്കാർ എവിടെയാ കേടാർക്കാം. അച്ഛന്റെ പങ്ക് എന്ത് നേട്ടം എന്ത്? എന്റെ പൊന്നു മക്കളെ ആ വസ്തു മൊത്തം കാട് പിടിച്ച് കിടക്കട്ടെ. പാഴ് മരങ്ങളാണ്. 2 വലിയ മരമുണ്ട്, പിന്നെ 2 അഗാധ ഗർത്തമുണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഏത് മരം വെട്ടി മാറണം, ആ അവിടെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം, ആ കുഴി നമത്തണം, എല്ലാം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെ കയ്യിലാണ് കൊട്ടേഷൻ വന്നത്. ഓ അച്ഛന് ഈ കോണ്ടാക്ട് ഒക്കെ എങ്ങനെ കിട്ടണത്? ഈ കോണ്ടാക്ട് ഒക്കെ എങ്ങനെ കിട്ടണമെന്ന്? കോണ്ടാക്ട് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കക്കാരൻ എഞ്ചിനീയർ ഫ്രണ്ടാണെന്ന്. അതുവഴി എനിക്ക് കിട്ടിയത്. ഇതെല്ലാം കൂടെ 6 ലക്ഷം രൂപ കൊട്ടേഷൻ ഉണ്ട്. എല്ലാം കൂടെ എഞ്ചിനീയർ ഏൽപ്പിച്ചത്. എഞ്ചിനീയർ എന്നെ ഏൽപ്പിച്ച് ഞാൻ ഒന്നും ചെയ്യണല്ല. അല്ല അച്ഛനെത്ര തടയും? തടയണല്ലടാ. ഇത് നോക്കി 5 ദിവസം കൊണ്ട് 2 ജേഴ്സി പടക്കൊണ്ട് കളിക്കും. ജേഴ്സി കളിച്ചിട്ട് അപ്പം മരം വെട്ടും, കുഴിതമത്തും, എല്ലാം കൂടെ ഒരു 10,000-20,000 രൂപ കമ്മീഷൻ അടിച്ചാൽ അടിക്കും. 75,000 കിട്ടും. അടിപൊളി അച്ഛൻ ചെലവ് ചെയ്യണോട്ടാ. അപ്പൊ ഒരാഴ്ച കൊണ്ട് 75,000 രൂപ കയ്യില്. എടാ ഇന്ന് അഡ്വാൻസ് കിട്ടാനുള്ളായിരുന്നില്ലേ? ഈ അമേരിക്കക്കാരന്റെ പേര് രാജൻ തോമസ് എന്നാണ്. ഇന്ന് 2 ലക്ഷം രൂപ അച്ഛൻ കിട്ടാനുള്ള അഡ്വാൻസ് ആയിട്ട്. അപ്പൊ അങ്ങനെ ബന്ധു ആരോ മരിച്ചെന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയി. ഇന്ന് കിട്ടിയിരുന്ന് പൊളിച്ചേനെ. ഇന്ന് 20,000 കിട്ടാനുള്ള. അത് കിട്ടിയെന്ന് പൊളിക്കാൻ നമുക്ക് ഇന്ന് കിട്ടിയതല്ല. ഇന്ന് 2 ദിവസം കഴിഞ്ഞ് കിട്ടും. 2 ദിവസം കഴിഞ്ഞ്? 2 ദിവസം കഴിഞ്ഞ് കിട്ടും. അല്ല 2 ദിവസം കഴിഞ്ഞ് കിട്ടിയ കാര്യമില്ല. കാരണം അന്ന് തന്നെ വർക്കും തുടങ്ങും. വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണിയുണ്ടല്ലോ. എനിക്ക് നിന്ന് തിരിയാൻ സമയം കാണൂല. എത്ര ദിവസം ഉണ്ട് വർക്ക്? വർക്ക് 10 ദിവസം ഉണ്ട്. 10 ദിവസം. അപ്പൊ 10 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അച്ഛന്റെ കമ്മീഷൻ ശമ്പളം ഒക്കെ കൂട്ടിയിട്ട് നീർട്ടൊരു 1 ലക്ഷം അക്കൗണ്ടിൽ കാണും. അങ്ങനെയാണെങ്കിൽ അടിച്ചു വിളിക്കാം. ഞാൻ നവാസിൽ വിളിക്കട്ടെ. പാവ അവനെ കൂടെ എന്റെ കൂടെ നിർത്താം. 10 രൂപ ചക്കരം കിട്ടുന്ന കിട്ടിക്കൊണ്ട് പോട്ട്. കാരണം അവന്റെ വർക്കിലല്ല എന്നെ വിളിക്കണല്ലേ. അച്ഛൻ കേറി പോവാ കേട്ടോ. കേറ വല്ല കോൺട്രാക്ടർ ആവും. ആയാ മതിയായിരുന്നു. ഒരാഴ്ച കൊണ്ട് 1 ലക്ഷം. വെരി ഗുഡ്. അച്ഛൻ റിച്ച് ആണ്. ഞാൻ നേരത്തെ വിളിച്ച് പറയാ ബാത്റൂമില്ല. പിന്നെ അവിടെ തന്നെ കയറി ഒരു കൊട്ടേഷൻ വന്നിട്ടുണ്ടെന്ന്. എവിടെയാ? ഇങ്ങ് ജർമ്മനിയിൽ. ഇത് വരാ പറഞ്ഞാടാ. ആ ജേഴ്സിക്കാരൻ വെണ്ണലയിൽ അവിടെ വന്നില്ല. ജേഴ്സിക്കാർ ഒരു നമ്പറിൻ്റെ ആയിരിക്കല്ലേ. അത് വൈകുന്നേരം വിളിച്ചാലേ. ഇങ്ങോട്ട് വിളിക്കാം. എന്നെ വിളിക്കാൻ പറ അവരടുത്ത്. ഒരു കാര്യമുണ്ട്. ശരിടാ. ശരി. ഓക്കെ പറയടേ. കാര്യം കാണാൻ പറയാം. ശരി. അച്ഛോയ് നല്ല മഴയല്ലേ? ഓ നല്ല മഴടാ. എന്തേ മറ്റന്നാളെ വർക്കൊക്കെ നടക്കൂ ഇത്ര മഴ ആയതുകൊണ്ട്? മഴയില്ലെങ്കിൽ നടക്കും. പക്ഷെ നടന്നല്ലേ പറ്റൂ. അഡ്വാൻസ് ഇന്ന് തന്നെ കിട്ടിയായിരുന്നെങ്കിൽ. അച്ഛനും അത് തന്നെ ആലോചിക്കണത്. അച്ഛൻ മറ്റന്നാൾ അവിടെ ചെന്നിട്ടേ അഡ്വാൻസ് മേടിച്ചിട്ട് വരാൻ പറ്റൂ? അവിടെ പോടാ. സൈറ്റ് ഞാൻ നിൽക്കണ്ടേ? അത് നവാസങ്ങളൊക്കെ ഇല്ല. അവിടെ നോക്കിക്കൊള്ളൂല്ലേ? ബെസ്റ്റ് ആള് അവൻ. ജാസി അപ്പുറത്തെ പ്രോപ്പർട്ടി ഉഴുതു മറിക്കും. അത്രയ്ക്ക് ബുദ്ധിയാണ് അവന്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പൈസ ഉള്ളപ്പോ അച്ഛ ഇല്ല, പൈസ ഇല്ലാത്തപ്പോ അച്ഛൻ ഉണ്ട്. എടാ കേശു, നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അച്ഛാ സത്യം പറഞ്ഞ സ്പെഷ്യലൊക്കെ കഴിച്ചിട്ട് കുറച്ച് നാളായി. അപ്പൊ സ്പെഷ്യല് എന്താണ് രണ്ടുപേരും കൂടി ഒരു ചർച്ച? അവൻ പറഞ്ഞത് നല്ല മഴ, അത് നന്നായിട്ട് ആഹാരം കഴിച്ചിട്ട് കുറെ നാളായെന്ന്. പ്രത്യേകിച്ച് സ്പെഷ്യൽ. ഓ എന്തോ കൊതിയാടേ. മക്കളെ നീ അച്ഛൻ്റെ സൈറ്റ് വാ. നിനക്ക് ഇഷ്ടം പോലെ പൈസ തരാം. കാശ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അച്ഛ ഇല്ലല്ലോ. അച്ഛ ഇല്ലാതെ കേശുവിന് എന്തൊരാവശ്യം? മകളെ എന്റെ പിള്ള പറഞ്ഞാട്ടാ. വാചവടിയിൽ ഇവൻ കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ. അതുകൊണ്ടാണല്ലോ 3ാമത്തെ ബാലുവിന്റെ തനി പറപ്പാണ് നമ്മ പറഞ്ഞത്. ബാലുവാ അമ്മ പറഞ്ഞാണ് ഞാൻ പറഞ്ഞ, അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ല. അമ്മ എപ്പോ വരും? അമ്മയെ കാണാത്തോണ്ട് വിഷമ. കൊച്ചു ആവാ.
കൊച്ചാതെ തന്നെ ഡേ ഇത് കുട്ടിയത് വലിയ ആളാണ് ഇത് കേശവ എന്തായാലും മറ്റന്നാൾ അച്ഛനെ പൈസ കിട്ടും കിട്ടും. ഞാൻ ഐഡിയ പറയട്ടെ പറ. ഇന്ന് നിന്റെ കുടിക്കാൻ മുട്ടിച്ചാലാ എന്നിട്ട് ആ പൈസ ചെലവാക്കാം മറ്റന്നാൾ ആ പൈസ അച്ഛൻ കൊടുത്താൽ മതി പ്രശ്നം തീർന്നില്ലേ മക്കളെ അത് നല്ല ഐഡിയ ആണല്ലോടാ. ഡേയ് എത്ര രൂപ ഉണ്ടാ? അധികമൊന്നുമില്ല, 100 ഉള്ളു. ഇതിപ്പോ പൈസ വേണ്ട, പരിപാടിയാ ക്യാൻസൽ ചെയ്യാം. പൈസ ചേച്ചിയുടെ കയ്യിലുണ്ട്. അച്ഛാ ഇപ്പൊ ലച്ചു ചേച്ചി വിചാരിച്ചെന്ന് പൊളിക്കാൻ പറ്റും. തിരിച്ച് പൊളിക്കും. അവൾ ഈ മാസം നല്ല പൈസ ചെലവാക്കിയിട്ടുണ്ട് വീടിന് വേണ്ടിയിട്ട്. ചോദിച്ചോണ്ട് പോകാൻ അങ്ങോട്ട്. എങ്ങനെ അവളെ കമ്പത്തി അടിച്ചിട്ട് പൈസ നീ പിടിച്ച മാതിരി ഞാൻ പൈസ ആയിട്ട് തിരിച്ചു കൊടുക്കാം പോരെ? ചേട്ടൻ വിചാരിച്ച കാര്യം നടക്കും. ചേട്ടൻ വിചാരിച്ച ഒരു കാര്യം അവനെ കൊങ്ങ കയറി പിടിക്കും. 1500 ഓൾറെഡി ഞാൻ കൊടുക്കാനുണ്ട് അങ്ങോട്ട്. അതൊന്നും പറഞ്ഞ് പുറകെ നടക്കുക. അച്ഛാ പറ അച്ഛാ. ഇവിടെ പൈസ പിടിച്ചു വാങ്ങിച്ചതാ, ഞാൻ തിരിച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ എന്ത് പറയണം? സമയം കളയണ്ട, അടുക്കളയായിട്ട് പോവാം. വാ അടുക്കളായിട്ട് പോവാൻ വാ വാ എടേ. അവളെ തള്ളിയിടുന്ന കാര്യം ഞാൻ ആയിട്ട് നീ നിങ്ങളുടെ കൂടെ നിന്നാ മതി. അതായിട്ട് മക്കളെ എന്തോന്നിത് ഏത് സമയം അടുക്കളയിൽ തന്നെ നീ? എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. അച്ഛൻ കണക്ക് എഴുതുമ്പോ ഞാൻ അവിടെ വന്നിരിക്കാം. എന്നിട്ട് എല്ലാവർക്കും കൂടെ വിശക്കുമ്പോ അച്ഛൻ്റെ കള്ളക്കണക്ക് എടുത്ത് വിഴുങ്ങാം. അല്ലേ ഞാൻ ആലോചിക്കണ ഈ അമ്മ എപ്പോ വരുന്നു? ഈ അമ്മ വരാത്തോണ്ട് ഇന്നത്തെ ഫുൾ ജോലി ഇവളുടെ തലയില. അല്ലടി പാവം. അത്രയ്ക്ക് പാവം തോന്നുന്നുണ്ടോ ഏട്ടാ? എന്നാ പിന്നെ ചേട്ടൻ ആ റൂമിന്റെ അകത്തിരിക്കണേ, ഇവിടെ വന്ന് എന്നെ സഹായിച്ചൂടെ? ചേച്ചിക്ക് ജോലി ഒന്നും ചെയ്യാൻ വയ്യെങ്കിൽ ചേച്ചി ഒന്നും ചെയ്യണ്ട. ചേച്ചി എല്ലാം അവിടെ വെച്ചോ. ചേച്ചി ഇത്രയും ചെയ്ത് തന്നെ വലിയ കാര്യം. ഉച്ചയ്ക്ക് ഫുഡ് നിന്നെ മാളവികയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? ചേച്ചി ഞാൻ വേറെ വല്ലതും പറയട്ടോ. ചേട്ടാ മക്കളെ ഉച്ചയ്ക്കുള്ള ഊണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിന്റെ മീൻകറി അടിച്ച് പൊളിയായതാണ്. അമ്മയുടെ വിളിച്ച് പറഞ്ഞോ? പക്ഷെ ഇന്ന് മീൻകറി ഒന്നും ഇല്ല കേട്ടാ, ഫുൾ വെജിറ്റേറിയൻ ഫുഡാണ്. ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. അതെ ഞാൻ ഓഫീസിൽ പോകുമ്പോണ്ട് ഒന്നാമത് എനിക്ക് 2 ക്ലയൻസ് വെയിറ്റിംഗ് ആണ്. ഒരെണ്ണം ആലുവയാണ്. എനിക്കിപ്പോ പോയാലേ എത്തുള്ളൂ. ചേട്ടൻ അവിടെ പോണു. ചേട്ടൻ മിക്കവാറും ഒന്ന് ലീവ് എടുക്കേണ്ടി വരും. ചേട്ടൻ അവിടെ നിന്നില്ല. എന്തിനാ വെറുതെ ലീവ് എടുക്കണേ? അവന് പ്രാന്താണ്. ചേട്ടൻ ജോലിക്ക് പോകാൻ നോക്ക്. എടി ഇത് വേറൊന്നല്ലേ, ഇവനൊന്ന് അടിച്ചു പൊളിക്കണമെന്ന്. ആ ഇവനെ അടിച്ചു പൊളിക്കണ സമയമായിട്ടുണ്ട്. ഓ ഇത് അടങ്ങത്തില്ല. വിഷയം ഞാൻ പറയാം. വേണ്ട. ചേച്ചി പൈസ തന്നാ അച്ഛൻ തിരിച്ചു തരും. ചേച്ചി പൈസ തന്നാ അച്ഛൻ തിരിച്ചു തരൂന്നാ? അതിന് ഞാൻ എന്തിനാ അച്ഛന് പൈസ തരണേ? തന്നാലല്ലേ തിരിച്ചു തരേണ്ട കാര്യമുള്ളൂ. ഞാൻ പൈസ ഒന്നും തരുന്നില്ല. അച്ഛൻ മാത്രമല്ല പൈസ, എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പൈസ. കൊച്ചെ പന്ത് തട്ടണ പോലെ തട്ടിയാണ്ടല്ലോ അപ്പുറത്തെ പറമ്പിൽ പോയി കിടക്കും നീ. ചേച്ചി എടുത്താന്ന് ഞങ്ങൾ അടിക്കണം. എല്ലാരും കൂടെ ഒരുമിച്ച് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി സോപ്പ് ഇടാനുള്ള പരിപാടിയായിരിക്കും. പൈസ ഒന്നും ഇല്ലട്ടാ, പൊക്കോ. അച്ഛാ ഇനി വയ്യ. ഇനിയിപ്പോ ഒന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. നീ ആരടി? നീ വലിയ കുഴപ്പമില്ല രാജ്ഞാ. ഞാൻ എന്താ ഞങ്ങൾ സോപ്പിടാൻ വന്നാ? ഇവിടെ ഭയങ്കര ഷോ ആയിട്ടോ. അവള് കഷ്ടപ്പെട്ട് അടക്കള കിടന്ന് കഷ്ടപ്പെടുന്നത് അവളെ മര്യാദക്ക് എന്റെ 1500 രൂപ ഇന്ന് കൊണ്ടു തന്നോളാം. ഇല്ലെങ്കിൽ വീട്ടിൽ കയറണ്ട. ആ ചിട്ടിക്കമ്മിനെ തിണ്ണേ കിടന്ന് ഉറങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞ കള് വർക്കിന്റെ അഡ്വാൻസ് മറ്റന്നാ കിട്ടും. നമുക്ക് അടിച്ച് പൊളിക്കാൻ വിചാരിച്ചപ്പോ ഒന്നാം നീരുമില്ല, അതുകൊണ്ടാണ് അടിച്ച് പൊളിക്കാൻ വിചാരിച്ചത്. അമ്മയില്ല, അപ്പൊ എന്റെ അടുത്തിടെ ആണെങ്കിലും കാണും. അങ്ങനൊന്നും പറഞ്ഞുകൂടാ. ആദ്യം നീയും മുടിയനും കൈ കൊടുക്കേച്ചി അങ്ങോട്ട് ചേട്ടാ. I am Lakshmi Balachandran Nambi, sister of Mr. Vishnu Balachandran Nambi. I am Vishnu Balachandran Nambi, brother of Lakshmi Balachandran Nambi. പൊളിച്ച്. ചേട്ടാ ചേച്ചി ഇന്ന് ഇവിടെ എത്ര രൂപ ചെലവായാലും അത് 10,000 ആയാലും 20,000 രൂപയായാലും അച്ഛൻ മറ്റന്നാളെ 11 മണിക്ക് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിരിക്കും. അല്ല എത്ര ചെലവായാലും അല്ലേ അച്ഛാ? ആടി നോക്കല്ലേ? പക്ഷെ എനിക്ക് എന്തായാലും ഫസ്റ്റ് ഓഫീസിൽ പോയിട്ട് സൈൻ ചെയ്യണം. 2 ക്ലയൻസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞല്ലോ. ഒരാൾ ആലുവയിലാണ്. പോരാത്തിന് മഴയാണല്ലോ അച്ഛാ. മകളെ ടാക്സി വിളിച്ചു പോടാ. അല്ല പിന്നെ അച്ഛൻ റിച്ച് അല്ലേ? പൊളിക്കാന്ന് മക്കൾ പണി ചെയ്യുന്നേ. മക്കൾ പണി ഈ കണ്ടിരിക്കും. ഓക്കെ സെറ്റ്. വണ്ടി മക്കളെ വണ്ടി വന്നാ അച്ഛാ പോയിട്ട് വരാ. മക്കളെ പെട്ടെന്ന് പറഞ്ഞേ. പിന്നെ പോയിട്ട് വന്നിട്ട് പൊളിക്കാനുള്ളതല്ലേ? ലച്ചോടെ നീ ഇപ്പഴും അടുക്കള തന്നെ എടി. കിച്ചനൊക്കെ ക്ലോസ്. ചേട്ടൻ പോയില്ലേ? പോറായില്ലേ? ഞാൻ പോണ്. ചേട്ടൻ പോയിട്ട് വരുമ്പോ ഫുഡ് മേടിച്ചോണ്ടിട്ടില്ലേ? അതേ മേടിച്ചോണ്ട് വരാം. ഡി എനിക്ക് 2000 രൂപ ട്രാൻസ്ഫർ ചെയ്യണേ. ഞാൻ എന്തിനാ പൈസ ഇട്ട് തരണേ? ചേട്ടന്റെ കൈ നിർത്തി ചെലവാക്കിക്കോ. അച്ഛൻ തരുമല്ലോ. അച്ഛൻ തരുമല്ലോ. എടുക്കാനല്ലേ? അച്ഛൻ തരില്ല.
പിന്നെ ആഹാ എനിക്ക് തരും ഓക്കെ സെറ്റ് കുട്ടി മേടിച്ചോണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ കാറിൽ തന്നെ ഓഫീസിൽ പോയിട്ട് ആ കാറിൽ തന്നെ ഓഫീസിൽ നിന്ന് ആലുവ പോയിട്ട് ആ കാറിൽ തന്നെ തിരിച്ചു വരും. ചേട്ടൻ ഉച്ചയ്ക്കും വരൂല്ലേ? അപ്പൊ പിന്നെ അച്ഛനോട് കൊണ്ടുപോകും. അച്ഛൻ ചുമ്മാ കാറിലിരുന്നാ പോരെ. വേറെ താമസമൊന്നും ഇല്ലല്ലോ. വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് നവാസിനെ കാണാം അല്ലേ? ശിവ എവിടെ? ശിവ അവിടെ കമ്പനി സ്റ്റഡിക്ക് പോയിരിക്കല്ലേ, വൈകിട്ടേ വരൂ. അപ്പൊ വിളിക്കണ്ട, ഫുഡൊക്കെ എടുത്ത് വെച്ചാൽ അവളെ കഴിച്ചോളൂ. അത് മതി. അല്ല പിന്നെ അച്ഛൻ കാറിന് നല്ല പൈസയാവും. പൈസ ആര് കണ്ടാ? പണം പപ്പനാവന്. അമ്മ അറിയിക്കല്ലേ? കാരണം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പ കിടന്ന് ചാടാൻ തുടങ്ങും. പിന്നെ ഒന്നാമത്തെ കാര്യം അവള് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ എന്റെ പൈസ ഇടില്ല, അത്രയ്ക്ക് നല്ല വിളക്കമാണ്. അത് ശരിയാണ്. അമ്മ അറിഞ്ഞാലും എല്ലാം ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഡ്രസ് വേണ്ട, ഡ്രസ് വേണ്ട. അതിന്റെ ആവശ്യമില്ല. അച്ഛൻ കാറിനകത്തിരിക്കില്ല, ഞാനെല്ലാം ചെയ്ത് നമുക്ക് പെട്ടെന്ന് കയറി ഇങ്ങോട്ട് വരാം. നമ്മൾ ആലുവ പോകുമ്പോഴേ നിന്റെ ക്ലയൻസുമായിട്ട് സംസാരിക്കണമെന്നല്ലോ. ഞാൻ സംസാരിക്കണ്ടല്ലോ. അല്ല ഞാൻ ക്ലയൻസുമായിട്ട് സംസാരിക്കണം വന്നാൽ മോശമല്ലേ? ക്ലയൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ആള് അച്ഛൻ. ഞാൻ നന്നായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെടണല്ലോ അല്ലേ? കൊളവാക്കി തരണ സമയം കളയൊന്ന് പോയിട്ട് വരാമോ? നിന്റെ കാശുണ്ടെങ്കിൽ വേറെ വേണമെങ്കിൽ ഇവിടുന്ന് ഓർഡർ ചെയ്തോ, ആ പൈസ ഞാൻ തന്നോളാം. ആടോ നല്ല മഴയുണ്ട്. ഇപ്പൊ കുറച്ച് കുറഞ്ഞു നിൽക്കുക, കുറച്ച് കഴിയുമ്പോ കൂടും. മഴയ്യ സത്യം പറഞ്ഞ മഴ ഒരു പ്രത്യേക വികാരമാണ്. ഈ ആകാശത്തു നിന്ന് വരുന്ന മഴത്തുള്ളികൾ ഭൂമിയിൽ പതിച്ച് ചിന്നി ചെറുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ്. കവിത അത് പിന്നെ ഞങ്ങൾ കുടുംബക്കാരായിട്ട് കുടുംബം മൊത്തം കലാകാരന്മാരാണല്ലോ. ഞങ്ങളിവിടെ വീട്ടില് ഇതൊക്കെ നടത്തിയിട്ടുണ്ട്, നാടകമൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ വിളിക്കാവേ. ഈ ഉണക്ക പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോളണം കേട്ടാ. എടാ നീ കൂട്ടുകാരനെ വിളിക്കാനൊന്നും പറയല്ലേ എന്നെ ഫോൺ എടുത്തോണ്ട് പോയത്? ചിരിക്കണ നീ എന്താ പറഞ്ഞേ? മഴ ഒരു വികാരമാണെന്നാ? ഇവിടെ ബാക്കിയുള്ളവന്റെ വീട്ടില് വെള്ളവും കയറി വീട് ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുമ്പോഴാണ് മഴ ഒരു വികാരമാണ് മാളവികാന്ന്. അല്ല ചേച്ചി, മഴ ദുരന്തങ്ങളൊക്കെ സമ്മാനിക്കുമെങ്കിലും ഈ മഴവെള്ളം ജല അമൂല്യമാണല്ലോ. നീ വേറെന്തോ പറഞ്ഞായിരുന്നല്ലോ, കുടുംബക്കാര് മൊത്തം കലാകാരന്മാരാണെന്നാ? ആണടാ, നിന്റെ അച്ഛൻ കലാമണ്ഡല ബാലചന്ദ്രൻ തമ്പി, അമ്മ ക്ലാസിക്കൽ ഡാൻസിന്റെ മൂർത്തിവത് ഭാവം, പിന്നെ സഹോദരങ്ങള് അവര് ഇന്ത്യയിൽ അറിയപ്പെടുന്ന കലാകാരന്മാരാണല്ലോ, ഡാൻസറും പാട്ടുകാരൊക്കെ. ചേച്ചി അങ്ങനൊന്നും പറയല്ലേ ചേച്ചി, നമ്മളൊക്കെ യങ്സ്റ്റേഴ്സ് അല്ലേ? അല്ലേ ചെറുപ്പക്കാരല്ലേ? ചെറുപ്പക്കാരാ? എന്തായി വളഞ്ഞാ? ഏറെക്കുറെ വളഞ്ഞു വന്നതാ. ചേച്ചി അമ്മയടുത്ത് അച്ഛനടുത്ത് നീ കാര്യം പറയല്ലേ? ആലോചിക്കാം. അവരൊന്നല്ല. എന്തൊക്കെ മേടിച്ചാ? അതൊക്കെ അകത്ത് പോയിട്ട് പറയണേ. ഓക്കെ പോവാ. ടാക്സി ടാക്സി ഇവിടെ കിടക്കട്ടാ. ടാക്സി ഇവിടെ കിടക്കട്ടെ. ഇവിടെ കിടക്കട്ടെ. ടാക്സി ഇവിടെ കിടക്കട്ടെ കേട്ടാ. അല്ലെങ്കിൽ വേണ്ട, ഒരാഴ്ച നമുക്ക് ഇത് പോരെ. ഒരാഴ്ച? അങ്ങനെ അത്യാവശ്യം ഒരുപാട് ഓട്ടോകളല്ലേ? ഒരാഴ്ചയൊക്കെ വേണം. ഇത് കൊടുക്കണം, ഇത് കൊടുക്കണം. അത് മാർക്കറ്റിൽ കൂടിയത് മേടിക്കാം. തുറക്കാടേ. എന്താ മേടിച്ചേ? അതൊക്കെ കാണുമ്പം അറിഞ്ഞാ മതി. അങ്ങനെയൊന്നും പൊട്ടൂലടാ, അടിച്ചു പൊട്ടിക്കേണ്ടി വരും. അടുത്ത പൊളി. ചപ്പാത്തി ഫുൾ കൊറിയണം. അച്ഛാ കാറിന്റെയും ഫുഡിന്റെ ഒക്കെ പൈസ ഞാൻ കൊടുത്തു. ഇങ്ങനെ കിടന്ന് വിളിക്കാണേ പൈസ 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 വാങ്ങിച്ചാൽ മതിയായിരുന്നു. അല്ലാച്ച ഒരു പാർട്ട്ണർ ഉള്ളത് നല്ലതാണ്. കൊണ്ടുപോയി ആഹാരം കഴിയടാ. എത്ര രൂപ സാധനം അറിയാം? അതെ, നമുക്ക് നാളെ പോവാം, എന്തായാലും ഷോപ്പ് ചെയ്യാം. ഒരു കാര്യം, എനിക്കൊരു ഷർട്ട് ഒരു പാൻറ് കൊടുക്കാം. എന്താണ്? അങ്ങനെയാണെങ്കിൽ 2 ടീഷർട്ട്സ്. ഷീറ്റ് അല്ല, ടീഷർട്ട്സ്. അങ്ങനെയാണെങ്കിൽ എനിക്കും ഡ്രസ് വേണം. 2 കസവുമുണ്ട്, 2 ഷർട്ട്. ശിവയ്ക്ക് മേടിക്കണം, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന മൊത്തം അവള് കത്തിക്കും. നീ ഒരു സാരി വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. സെറ്റ് സെറ്റല്ലേ? അപ്പൊ ഒരു കാര്യം, എല്ലാവരും കഴിക്കും. പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ, ടാക്സി പുറത്ത് വെയിറ്റ് ചെയ്യണം. പൈസ ഇഷ്ടം പോലെ. എനിക്കിത് വേണ്ട, എനിക്കിത് ഇഷ്ടമല്ല. നിങ്ങൾ കഴിച്ച് കാണാൻ അച്ഛൻ ഇഷ്ടം. ഒന്നും വേണ്ട, നിങ്ങൾ കഴിക്കും. ഇറങ്ങി ഇപ്പൊ സമയം കുറെ ആയല്ലേ? റെഡിയാ? എന്റെ പൊന്നുമക്കൾ എവിടെ പോയാൽ ആദ്യം ചെയ്യണം. പിന്നെ പൈസയുടെ കാര്യം മറക്കണ്ട. അല്ല, ഞാൻ ഇടണതിന്റെ
അച്ഛാ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അച്ഛാ ചുമ്മാ ഓവറാക്കില്ല അച്ഛാ. എന്തോ അച്ഛാ? ഇത് തരാടേ എന്റെ പൈസ. അതിന് ഓറാക്കണമെന്ന് ഞാൻ ചോദിച്ചതല്ലേ ഉള്ളൂ. വാ പോവാന്നാ. വാ വാടേ. അച്ഛാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചാ പൈസ നോക്കണ്ട. റിച്ച് ഡാഡി. ഓക്കേ. എല്ലാരും ഉണ്ടോ എണ്ണി നോക്കട്ടെ. ഉണ്ടാ എല്ലാം ഉണ്ടോ അച്ഛാ? വണ്ടി ഇവിടെ കിടക്കട്ടെ. ഏ? എനിക്ക് മുറുക്കാൻ വയ്യാൻ പോണം. ശരി അവിടെ ഈ മുറുക്കാൻ മേടിക്കാൻ പോണൊക്കെ കുറച്ച് ഓവറല്ലേ? യശോയ് ഓ അച്ഛാ. സൂപ്പർ പർച്ചേസ് ആയിരുന്നടാ. പിന്നെ അല്ല. അയ്യോ ഒറ്റ പ്രശ്നം. നീ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ തിന്നേ വയറ് പ്രശ്നം ആയടേ. ഞാൻ പറഞ്ഞ സാധനം നിന്നാ അല്ലാതെ അച്ഛനല്ലേ അച്ഛാ പൊറോട്ട ബീഫ് ചിക്കൻ എന്ന് പറഞ്ഞ് മേടിച്ചു വെച്ചിരുന്ന് കഴിച്ചത്. ഓ ഉള്ള കണ്ടതും കടിയതും എല്ലാം കൂടെ വാങ്ങിച്ചു. അച്ഛാ കണക്ക് നോക്കിയാലാ പൈസടാ. ഇവിടെ താരാളെ കാറിൽ വെച്ച് ഇവന്റെ പ്രശ്നം. ഇവിടെ മറ്റന്നാ 11 മണിക്ക് നിന്റെ അക്കൗണ്ടിൽ പൈസ വേണ്ടിയിരിക്കും. നിങ്ങളുടെ വിളിക്കാതെ നീ. അല്ല എന്നാലും ഞാൻ എന്നെ കണക്ക് പറയാം. നമ്മളെല്ലാരും കൂടെ ഡ്രസ്സ് എടുത്തത് ഇൻക്ലൂഡിങ് അമ്മയുടെ സാരി എല്ലാം കൂടെ ഒരു 6750 രൂപ. അത്രയുള്ള ഞാൻ വിചാരിച്ച് 10,000 രൂപ കഴിഞ്ഞു പോയെന്ന്. എടാ അപ്പം കണക്കൂട്ടെങ്കിൽ ലച്ചുവിന് എത്ര എല്ലാം കൂടെ? 7. നിനക്ക് 4 നിന്റെ എല്ലാം കൂടെ ഒരു 15,000 വരുമോ? 10,000 ഞാൻ പറഞ്ഞുതരാം. ഒരു 12,500 രൂപയുടെ അടുത്ത് വരും. എന്നാലും ഒരു ദിവസം 12,500 നമ്മൾ ചെലവാക്കിയില്ലേ? അതിപ്പോ നമ്മൾ ഇത്രയും ഡ്രസ്സൊക്കെ എടുത്തില്ലേ, അപ്പൊ അത്രയാവും. അപ്പൊ സിദ്ധുവിന്റെ കാര്യം ആലോചിച്ചു. എന്തുമാത്രം പൈസ ഒക്കെ ചെലവാണ് അച്ഛാ. മക്കളെ വേണ്ട. 75,000 നിന്ന് 12,000 കുറഞ്ഞ എത്രയാടേ? അപ്പൊ 62,500. അത്രല്ലേ ഉള്ളൂ. ഫോൺ ആ എഞ്ചിനീയർ അച്ഛാ. ഓ യു നമസ്കാരം സാർ. ഇല്ല സാർ നമ്മൾ പുറത്ത് ചെറിയൊരു പർച്ചേസ് ഒക്കെ ആയിരുന്നു ഫാമിലി ആയിട്ട്. അല്ല മറ്റേ JCBയുടെ കാര്യങ്ങളും എല്ലാം വിളിച്ച് പറഞ്ഞു സാർ. ഇതിൻ്റെ അഡ്വാൻസ് കൊടുത്താൽ മതി. അയ്യോ ആണോ സാർ? അപ്പോൾ കാര്യങ്ങളൊക്കെ അയ്യോ സാറേ അത് ഓക്കെ സാർ. ഓക്കെ ഓ എന്താച്ചാ? എന്താ ഒന്നും പറയണ്ട, എല്ലാം കൈവിട്ട് പോയി. എന്ത് പറ്റി? കാര്യം പറയാ. എടാ മറ്റേ അങ്ങേരുടെ ആ വീടിന്റെ ഓണർ അത് രാജൻ തോമസ്. അങ്ങനെ ഒരു മരണ വീട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ പോയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടുകാരുണ്ട്, ഒരു വാസ്തു ജോത്സ്യനൊക്കെ ഇല്ലേ, വാസ്തു നോക്കണേ. അങ്ങനെ കൊണ്ട് പുരയിടം കാണാൻ വേണ്ടി വന്നിരുന്നു. ആ പഴയ ഗേറ്റല്ലേ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോൾ കുപ്പിച്ചിലൊക്കെ പൊട്ടിച്ച് കിടക്കുകയല്ലേ. ഇഷ്ടംപോലെ കുപ്പിച്ചിലൊക്കെ ഉണ്ടല്ലോ അവിടെ. ആൾക്ക് രാത്രി മദ്യവെക്കുകയും ചെയ്യും. അവർ പൊട്ടിച്ചിടും കുപ്പി. അതിലൊരു കുപ്പിച്ചില്ല് ഈ ജോത്സ്യന്റെ കാല് കൂടെ റബ്ബർ ചെരുപ്പ് കൂടെ പൊത്ത് കാല് കൂടെ അകത്ത് കയറി എല്ലു വരെ പൊട്ടിപ്പോയെന്ന്. ആകെ പ്രശ്നമായി. ബ്ലഡൊക്കെ അവസരം കാര്യം ആശുപത്രി കൊണ്ടുപോയി. അങ്ങനെ ബോധം വീണപ്പോ പറഞ്ഞത് എന്തു പറഞ്ഞു? ആ സ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റില്ല, അതിന് പ്രാതബാധമുള്ള സ്ഥലമാണെന്ന്. പ്രാതബാധം കൂടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളെ കാശ്. പ്രേതബാധ കൂടിക്കൊണ്ടിരിക്കുമ്പോ കാശ് അപ്പൊ ഞങ്ങള് ചെലവാക്കി കാശാ. നിങ്ങൾ ചിലവരുടെ പ്രേതം ഒഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടുന്നേ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞത് ശരി. എനിക്ക് എന്റെ 7,000 ഇപ്പൊ കിട്ടണം. എനിക്ക് എന്റെ 1,500 ഇപ്പൊ കിട്ടണം. എനിക്ക് എന്റെ 4,500 കിട്ടണം. കേട്ടോ ഞാൻ രാവിലെ ചെലവാക്കുമ്പോ ഞാൻ ചോദിച്ചത് ഇതാണ്. ഞാൻ ചോദിച്ചത് 1,500 ഒരു കാര്യമില്ല. ചിപ്സ് ഒക്കെ മേടിച്ചു ചേച്ചിക്ക് 7,000 രൂപ വരുന്നതാണെങ്കിൽ എനിക്ക് എന്റെ 1,500 പൈസ നിങ്ങൾ തമ്പി തല്ലടേ. അവിടെ കുറച്ച് കാശല്ലേ ഉള്ളൂ. അങ്ങനെ തമ്പി തല്ലടേ. ഞാൻ ബാങ്ക് വരെ വിളിക്കട്ടെ. ഹലോ നീലു, എടീ എനിക്കൊരു അവത്താൻ പറ്റുമടി. എനിക്കൊരു പണി കിട്ടി. അതിന് കുറച്ച് പൈസ കിട്ടുമായിരുന്നു, കിട്ടിയില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ ഇവരെ കുറച്ച് പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് ഇവർക്ക് ട്രീറ്റൊക്കെ നടത്തി എല്ലാം വാങ്ങിച്ചു കൊടുത്ത്, തുണിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. കുറച്ച് പൈസ ചിലവായുള്ളൂ. അപ്പം ഒരു 12,500 രൂപ. 12,500 രൂപ. അത് ഇനിയിപ്പം പണി പോയി, പണി തെറിച്ച്. അപ്പോഴേ നീ പറ്റുമെങ്കിൽ ഒരു 12,500 അങ്ങോട്ട് അയച്ചാടി. ഒന്നും ചെയ്യാനില്ല. അച്ഛൻ ഞങ്ങൾക്ക് കാശ് അതായത് അച്ഛൻ ഇവിടുന്ന് പോകില്ല. അത്രേ ഉള്ളൂ. ഓടിയൊന്നും അല്ല, ഞാൻ വാട്ടിന് പിടിക്കാന്ന് വേണ്ട. ഒറ്റ വഴിയേ ഉള്ളൂ. ബാധ ഒഴിപ്പിക്കണം. ബാധ ഒഴിപ്പിച്ചാൽ പൈസ കിട്ടും. ബാലമ്മനെ വിളിക്കാം. നമ്മളെ രാമമാവനെ വിളിക്കാം. രാമനെ വിളിക്കട്ടെ. എന്റെ രാമമാമ കേറി വാ. ഈ ബാധ കൊണ്ട് ഒഴിപ്പിച്ച ബാലു
നീ വിഷമിക്കണ്ട. നീ നിന്റെ പിള്ളേർക്ക് വേണ്ടിയല്ലേ ചെയ്തതല്ല. അവർക്കെന്തെല്ലാം വാങ്ങിച്ചു കൊടുത്ത്, ആഹാരം വാങ്ങിച്ചു കൊടുത്ത്, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത്. ഇനി ഇന്ന് പിള്ളേർക്ക് വേണ്ടി ചെയ്യണം. ആരും പൈസ വയ്ക്കരുത്. എൻ്റെ ബാലിക്കുട്ടൻ്റെ ആരും പൈസ വയ്ക്കരുത്. ഇനി അവനെ വിഷമിച്ച, ഇവൻ്റെ മനസ്സ് വിഷമിച്ച നിനക്ക് മുടിഞ്ഞു പൊണ്ടോ. ഭാഗത്തെ അച്ഛൻ മര്യാദക്ക് പൈസ കേട്ടാ. ഇത്രയായിട്ട് ഇങ്ങനൊരു ഉടാപ്പച്ചനെ ലോകത്ത് കണ്ടിട്ടില്ല. കേട്ടടേ. കറക്റ്റ്.